പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ദില്ലിയിലെ ജന്തർ മന്ദറിൽ സമാധാനപരമായിട്ട് നടന്നിരുന്ന CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഇന്നലെ അവർ നടത്തിയ പാർലമെന്റ് മാർച്ചിൽ അക്രമാസക്തമായി മാറുകയുണ്ടായി. അതിനുശേഷം മലയാളത്തിലെ ചില പ്രമുഖ നടന്മാർ അവര് പ്രതികരിച്ച ചില പ്രതികരണങ്ങൾ നമുക്ക് ഒന്ന് കാണാം. ഈ പ്രതികരണത്തിൽ നോക്കൂ. ഒരാൾ പറയുന്നു, കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശന ശരങ്ങൾ രഞ്ജിനി ഹരിദാസ് തൊടുക്കുന്നു. രണ്ടാമത് ടൊവിനോ, അദ്ദേഹത്തിന് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ രാജ്യം പ്രതിഷേധക്കാരോട് പെരുമാറേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതിനുശേഷം വിഖ്യാതയായിട്ടുള്ള പ്രതികരണ നടി പാർവതി തിരുവോത്ത് അതേപോലെ ഒരു പുതിയ മുഖം കൂടെ ഇപ്രാവശ്യം രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മോഹൻലാലിൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ. അവരും പറയുന്ന ഒരു ജനാധിപത്യ രാജ്യം ഇങ്ങനെയാണോ പ്രതിഷേധക്കാരോട് പ്രതികരിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിന് എങ്ങനെയാണ് പൗരധർമ്മമുള്ള ഉത്തമനായിട്ടുള്ള ഒരു പൗരൻ പ്രതിഷേധം നടത്തേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം. CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്നലെ പാർലമെന്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലെ ചില ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വളരെ തികച്ചും സമാധാനപരമായിട്ട് ഒന്ന് രണ്ട് പോലീസ് വാഹനങ്ങൾ തകർത്തു, ബാരിക്കേഡുകൾ തകർക്കുന്നു. 50-ൽ പരം പോലീസുകാരെ സമാധാനപരമായിട്ട് അടിക്കുന്നു, മർദ്ദിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരബോധമുള്ള സമരക്കാര് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്ന് ഈ സിനിമാ നടന്മാരോട് ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇവർ ചില വിഷയങ്ങളിൽ മാത്രമേ ഇവരുടെ പ്രതികരണം വരികയുള്ളൂ. പഹൽഗാമില് നിരവധി നിരപരാധികളെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു, ഇവരുടെ പ്രതികരണമില്ല. ഉറിയിൽ ഭീകരാക്രമണം നടന്നു, നമ്മുടെ രാജ്യത്തിന് നിരവധിയായിട്ടുള്ള പട്ടാളക്കാര് കൊല്ലപ്പെട്ടു, ഈ നടന്മാർക്ക് പ്രതികരണമില്ല. ഇനിയും അവിടുത്തെയൊക്കെ കാര്യങ്ങൾ വിടും, നമ്മുടെ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ നവകേരള യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നു. ആ യാത്രയിൽ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിച്ച ചെറുപ്പക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നേരിട്ട് പുറത്തിറങ്ങി മർദ്ദിക്കുന്ന ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നു. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും. ഇതിനെതിരെ ഈ നടന്മാരാരും ഒന്നും മിണ്ടിയതായിട്ട് നമ്മൾ ആരും കണ്ടില്ല. ഇവരുടെ ഒരു പ്രതികരണവും കണ്ടില്ല. നിരവധി ദിവസങ്ങൾ, മാസങ്ങളോളം ആശാവർക്കർമാർ നമ്മുടെ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ സമരം നടത്തി. എന്തിനായിരുന്നു? ഒരു ചെറിയ കൂലി വർധനവിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി. എന്നിട്ടോ അതിനെതിരെ സർക്കാർ മുഖം തിരിച്ചു, വലിയ സമരം നടന്നു. ഈ നടന്മാര് ആരെങ്കിലും, ഇപ്പൊ പ്രതികരിച്ചിട്ടുള്ള നടന്മാർ ആരെങ്കിലും അതിന് പിന്തുണ നൽകിയതായിട്ട് നമുക്കറിവില്ല. ഇവരെ ആരെയും നമ്മൾ അവിടെ കണ്ടിട്ടുമില്ല. അതേപോലെ PSC റാങ്ക് ഹോൾഡേഴ്സ്, ആ PSC റാങ്ക് ഹോൾഡേഴ്സ് അവര് നിയമനമില്ലാതെ വലിയ അഴിമതി നടന്നു. അവര് മുട്ടിലഴയിൽ സമരം നടത്തി, ദിവസങ്ങളോളം സമരം നടത്തി. ഇവരാരും പ്രതികരിച്ചായി കണ്ടില്ല. ഈ നടന്മാരാരും പ്രതികരിച്ചായിട്ട് കണ്ടില്ല. ഇവരുടെ ഉദ്ദേശം വ്യക്തമാണ്. ഈ നടന്മാർ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ ഇവർ പ്രതികരിക്കാറുള്ളൂ. ഇവര് ലക്ഷദ്വീപ് വരുന്ന സമയത്ത് പ്രതികരിക്കും, ഇവര് CA സമരത്തിന്റെ സമയത്ത്, ആ പ്രക്ഷോഭ സമയത്ത് പ്രതികരിക്കും. അങ്ങനെ ഇപ്പൊ ഇവര് കോക്രോച്ച് സമരത്തിലും ആ സമരസമയത്തും ഇവരിതാ പ്രതികരണവുമായിട്ട് എത്തിയിരിക്കുക. അപ്പൊ ഇവർ കൺമുന്നിൽ നടക്കുന്ന ഒരു കാര്യവും കാണാറില്ല. നേരെ മറിച്ച് ഇവരുടെ കണ്ണുകളൊക്കെ വളരെ ദൂരേക്കാണ് ഇവരുടെ കാഴ്ച. ചില സെലക്റ്റീവ് പ്രതികരണങ്ങൾ മാത്രമാണ് ഈ നടന്മാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടന്മാര് വാ തുറന്നാൽ തന്നെ നമുക്കറിയാം ഇവര് ഏത് സമയത്താണ് പ്രതികരിക്കുന്നത്, എന്താണ് പ്രതികരിക്കുന്നത്. തീർന്നിട്ടില്ല, ഇനിയും ആളുകൾ വരാൻ ബാക്കിയാണ്. നമുക്കറിയാം CAയുടെ കാലത്ത് എന്തായിരുന്നു, ആരൊക്കെയായിരുന്നു പ്രതികരിച്ചത്. അവരിൽ പലരും ഇനി വരാൻ ബാക്കിയാണ്. സംഘികളെ വെല്ലുവിളിച്ച് സിനിമ നിർമ്മിച്ച്, സിനിമ ഇറക്കി, സംഘികളെ വെല്ലുവിളിച്ചിട്ട് അതിനുശേഷം
തുടർച്ചയായിട്ട് പടങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാനടനുണ്ട് മലയാളത്തിൽ. അദ്ദേഹം ഇനിയും പുറത്തിറങ്ങാൻ ബാക്കിയാണ്. അതേപോലെ ഒന്ന് രണ്ട് നടിമാരുണ്ട്. ഇവരൊക്കെ ഇനിയും പുറത്തേക്ക് വരും, ഇവരൊക്കെ ഇനിയും പ്രതികരിക്കും. ആ പ്രതികരണം ഒക്കെ തന്നെ തീർച്ചയായിട്ടും സെലക്റ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് രാജ്യത്തിന് സമരം നടത്തുന്നതിന് ആരും എതിരല്ല. സമരം സമാധാനപരമായിട്ട് സമരം നടത്തിയാൽ എല്ലാവരും സമരത്തെ അനുകൂലിക്കും. സമരത്തിൻ്റെ ആവശ്യങ്ങൾ ന്യായമായിട്ട് നടത്തപ്പെടും. അതിനനുകൂലമായിട്ടുള്ള അതിനോടുള്ള സമീപനം ഉണ്ടാകും. നേരെ മറിച്ച് സമരത്തിൻ്റെ പേരിൽ പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കടക്കുവാനും അതേപോലെ തന്നെ പോലീസിനെ കല്ലെറിയുവാനും പോലീസ് വാഹനങ്ങൾ തകർക്കുവാനും നിരപരാധികളെ ആക്രമിക്കുവാനും ഒക്കെ പോയി കഴിഞ്ഞാൽ ആ സമരത്തെ നിരപരാധികളുടേതായിട്ടുള്ള ഒരു സമരമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. അവർ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ഗൂഢാലോചനയോടു കൂടി സമരം ചെയ്യുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ സമരം തീർച്ചയായിട്ടും രാജ്യത്തിന് എതിരെയുള്ള സമരം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സെലക്റ്റീവ് സിനിമ കൂലി പ്രതികരണക്കാർ അവരുടെ പ്രതികരണത്തെ ആ രീതിയിൽ കണ്ടാൽ മതി. അവർ ചില സന്ദർഭങ്ങളിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. ആ പ്രതികരണത്തിന് വലിയ കാര്യമൊന്നുമില്ല. അവര് തൊട്ടു മുന്നിൽ നടക്കുന്ന കാഴ്ചകൾ കാണാറുമില്ല. ഇവരുടെ ഈ പ്രതികരണം കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നി. അത്രയേ ഉള്ളൂ. നമസ്കാരം.